നമസ്കാരം. ഓരോ വ്യക്തിയുടെയും ജീവിതം വ്യത്യസ്തം തന്നെയാകുന്നു. വ്യത്യസ്തമായ കാര്യങ്ങളാണ് ഓരോ വ്യക്തികൾക്കും സംഭവിച്ചുകൊണ്ടേയിരിക്കുക. അതിനാൽ തന്നെ ഭാവി പലർക്കും പ്രവചിക്കുക അസാധ്യമായ കാര്യമാണ്. എന്തെല്ലാം കാര്യങ്ങൾ ഭാവിയിൽ സംഭവിക്കും തുടങ്ങിയ കാര്യങ്ങൾ മുൻകൂട്ടി പറയുക അസാധ്യമാണ് എന്ന് തന്നെ പറയാം. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതായ ചില കാര്യങ്ങളെക്കുറിച്ച് വരാഹി വജ്രഘോഷ ചക്രത്തിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും. അതിനായി ഏവരും ചെയ്യേണ്ടത് വരാഹിയമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട്, ഇഷ്ടദേവതയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ തന്നിരിക്കുന്നതായ നമ്പറുകളിൽ ഒരു നമ്പർ തിരഞ്ഞെടുക്കുക എന്ന കാര്യമാകുന്നു. അതിനായി ഏവരും ആദ്യം കണ്ണുകൾ ഒരു നിമിഷം അടയ്ക്കുക. കണ്ണുകൾ അടച്ച് വരാഹി ദേവിയെയും ഇഷ്ടദേവതയെയും ഒരു നിമിഷം പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ ദുരിതങ്ങളും കഷ്ടതകളും ഒഴിഞ്ഞു പോകണം എന്ന് ഈ നിമിഷം അമ്മയോട് പ്രാർത്ഥിക്കുക. ശേഷം കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ ഈ ചക്രത്തിൽ കൈവയ്ക്കുക. പതുക്കെ കണ്ണുകൾ തുറന്ന് ഏത് നമ്പറിലാണ് കൈ വച്ചിരിക്കുന്നത് എന്ന് നോക്കുക. കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ ഈ കാര്യം പ്രത്യേകം ചെയ്യുവാൻ ശ്രമിക്കുക. ഏവരും കൈവച്ചു എന്നാണ് കരുതുന്നത്. കണ്ണുകൾ തുറന്ന് ആ നമ്പർ ഏതാണ് എന്ന് നോക്കുക. ആ നമ്പറുമായി ബന്ധപ്പെട്ട ഫലങ്ങളെക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. വെള്ളിയാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി വരാഹി പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വജ്രഘോഷം എന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദേവത മന്ത്രമോ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇനി ഫലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. ആദ്യത്തെ നമ്പറായ 0 തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ്. നല്ല വ്യക്തികളാണ് നിങ്ങൾ. അപാരമായ ബുദ്ധിശക്തി നിങ്ങൾക്കുണ്ട്. അത് നിങ്ങളുടെ പ്രത്യേകത തന്നെയാകുന്നു. മറ്റുള്ളവർക്ക് നിങ്ങളെ പലപ്പോഴായി കബളിപ്പിക്കുവാൻ അഥവാ പറ്റിക്കുവാൻ സാധിച്ചിട്ടുണ്ട് എന്ന് പറയാം. നിങ്ങൾക്ക് അത്തരത്തിലുള്ള വിഷമങ്ങൾ ജീവിതത്തിലുണ്ട്. നിങ്ങൾ വളരെയധികം സ്നേഹിക്കുന്ന വ്യക്തികളോ അല്ലെങ്കിൽ അത്തരത്തിൽ വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തികളുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അവർ നിങ്ങളെ പല രീതിയിൽ പറ്റിച്ചിട്ടുണ്ട് എന്ന് പറയാം. അതിൻ്റെ വിഷമം നിങ്ങൾക്കിപ്പോഴുമുണ്ട്. എന്നിരുന്നാലും പലപ്പോഴും അതിൽ നിന്നും പാഠം ഉൾക്കൊള്ളാതെ വീണ്ടും പല രീതിയിൽ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാം. അതുമായി ബന്ധപ്പെട്ട് ധനനഷ്ടമോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാനാകാത്ത ദുഃഖമോ സമ്മാനിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. അധികം ചിന്തിക്കുന്നവരാണ് നിങ്ങൾ. അധികം ചിന്തിച്ച് പല കാര്യങ്ങളും മുന്നോട്ട് പോകുന്നവരാണ് നിങ്ങൾ. ഭാവിയിലും അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെ സംഭവിക്കാം. എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യത്തെക്കുറിച്ച് അമിതമായ ചിന്ത പാടുള്ളതല്ല. എന്നാൽ ചിന്തിച്ച് തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും വേണം. 2 കാര്യവും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. തെറ്റായ തീരുമാനങ്ങൾ എടുക്കുവാൻ സാധ്യത അല്പം കൂടുതലാണ്. അതിനാൽ ഭാവിയിൽ വളരെയധികം ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതാകുന്നു. എടുത്തുചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ പാടുള്ളതല്ല. മറ്റുള്ളവരുടെ പ്രേരണയാലാണ് എങ്കിൽ പോലും നിങ്ങൾ ശരിയായ രീതിയിൽ ചിന്തിച്ച് തന്നെ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോവുക. അതല്ല എങ്കിൽ നിങ്ങൾക്ക് അബദ്ധം പിണയുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കാരണം നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. ആ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ അഭിപ്രായം പറയുകയും തന്മൂലം ദോഷകരമായ ഫലങ്ങൾ അല്ലെങ്കിൽ ശത്രുക്കൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അതിനാൽ ഭാവിയിൽ ഈ കാര്യം ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. കൂടാതെ പല വ്യക്തികളും നിങ്ങൾ പറഞ്ഞത് വളച്ചൊടിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. മുൻപും ഇത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയാം. അതിനാൽ ഭാവിയിലും ഈ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധയോടെ നിങ്ങൾ വീക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. നിങ്ങളുടെ പങ്കാളി ഭാഗ്യം ചെയ്തവരാണ് എന്ന് തന്നെ പറയാം. കാരണം നിങ്ങളെപ്പോലെയുള്ള ഒരു വ്യക്തിയെ പങ്കാളിയായി ലഭിച്ചത് ഭാഗ്യം തന്നെയാകുന്നു. അവർ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും. നിങ്ങളുമായി ബന്ധപ്പെട്ട് അവർക്ക് ഉയർച്ച പോലും ലഭിക്കാം. ഭാവിയിൽ അത്തരം കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു.
എന്നാൽ ചില അവസരങ്ങളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ കാര്യം അവരിൽ നിന്നും തിരിച്ച് ലഭിക്കണം എന്നില്ല. പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഇനിയും അത്തരത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അതുമൂലം തർക്കങ്ങളും പരിഭവങ്ങൾക്കും സാധ്യതകൾ കൂടുതലാകുന്നു. എന്നാൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോവുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നേട്ടങ്ങൾ ഭാവിയിൽ പ്രതീക്ഷിക്കാം. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളിൽ നിന്ന് പോലും നിങ്ങൾക്ക് നേട്ടങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ആത്മീയപരമായ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ പുലർത്തുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റ് ആത്മീയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും. തടസ്സങ്ങളാൽ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ അവസരങ്ങൾ കടന്നു വരും എന്ന കാര്യം ഓർക്കുക. പണം വരുന്നത് പോലെ തന്നെ ചിലവായി പോകുന്നു എന്ന പ്രശ്നം നിങ്ങൾക്കുണ്ട്. അതിൽ നിന്നും മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. മനസമാധാനം നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. മനസമാധാനം വർദ്ധിക്കുകയും ജീവിതത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ കടന്ന് വരികയും ചെയ്യും. സമയം നിങ്ങൾക്ക് അനുകൂലമായി തീരും. ഇപ്പോഴുള്ള സങ്കടങ്ങൾ പോലും ജീവിതത്തിൽ നിന്നും അകന്നു പോകും എന്ന കാര്യവും ഓർക്കുക. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നതായ ദുഃഖങ്ങളും ദുരിതങ്ങളും താൽക്കാലികമാണ് എന്ന ചിന്ത നിങ്ങൾക്ക് വേണ്ടതാകുന്നു. വരാഹി കടാക്ഷത്താൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് സഹായകരമായ ചില കാര്യങ്ങൾ, അനുകൂലമായ കാര്യങ്ങൾ വന്ന് ചേരുന്നതാണ്. അത് നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾ സമ്മാനിക്കും എന്ന കാര്യവും ഓർക്കുക. വരാഹി ദേവിയെ ആരാധിച്ച് മുന്നോട്ട് പോവുക. ഭാവിയിൽ ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. ഒന്നാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പലവിധ ആഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹങ്ങൾ നടക്കണം എന്ന ചിന്തയോടെ പ്രവർത്തിക്കുന്നവരാണ് നിങ്ങൾ. എന്നാൽ ഭാവിയിൽ നിങ്ങളുടെ മനസ്സിലുള്ള പല ആഗ്രഹങ്ങളും നടക്കുവാനുള്ള സാധ്യതകൾ വരാഹി ദേവിയുടെ കടാക്ഷത്താൽ വന്ന് ഭവിക്കും എന്ന കാര്യം ഓർക്കുക. എന്നാൽ ദേവിയെ ആരാധിക്കാതിരിക്കരുത് എന്ന കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. വജ്രഘോഷം എന്നെങ്കിലും നിത്യവും പറയുന്നത് ശുഭകരമാണ്. തീർച്ചയായും നിങ്ങൾക്ക് മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. അസൂയകൾ നിങ്ങളുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന് തന്നെ പറയാം. നിങ്ങളുടെ സമീപത്തുള്ള ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് ഭാവിയിൽ ചില പ്രശ്നങ്ങൾക്കുള്ള സാധ്യതകൾ വന്നു ചേരാം. അല്ലെങ്കിൽ അവർക്ക് നിങ്ങളുടെ ഉയർച്ചയിൽ അസൂയ വന്നു ചേരുവാനുള്ള സാധ്യതകളും തന്മൂലം ശത്രുദോഷത്താൽ ജീവിതത്തിൽ ദോഷകരമായ ഫലങ്ങൾക്കും സാധ്യതയുണ്ട്. ഈ വ്യക്തികൾ ചതിക്കാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. അതിനാൽ ഇത്തരം കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ആരെയും കണ്ണടച്ച് വിശ്വസിക്കുവാൻ പാടുള്ളതല്ല. നല്ല കാലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. അതിന് അനുസൃതമായ പല കാര്യങ്ങളും ദേവി കടാക്ഷത്താൽ നിങ്ങളിലേക്ക് വന്ന് ഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ പറയാം. ധനപരമായ നേട്ടങ്ങൾക്കുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ പ്രവൃത്തികൾ അനുകൂലമായി തീരും. നിങ്ങൾ പ്രവർത്തിക്കുന്നതായ കാര്യങ്ങളിൽ ഭാഗ്യം തുണയ്ക്കുകയും നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ ഭാവിയിൽ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ പ്രവർത്തനങ്ങൾ കൂടുതൽ ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. കാരണം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. രോഗദുരിതങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. രോഗങ്ങളുമായി ബന്ധപ്പെട്ട് തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ വന്നു ഭവിക്കും. അത് നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങൾക്കും രോഗദുരിതങ്ങളാൽ വന്നു ചേരുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. തീർച്ചയായും മനസമാധാനം ജീവിതത്തിൽ വർദ്ധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. നിങ്ങളുടെ ജീവിതത്തിൽ മനക്ലേശങ്ങൾക്ക് കാരണമായ പല കാര്യങ്ങളും ഭാവിയിൽ മറക്കുവാനോ അല്ലെങ്കിൽ പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാനോ നിങ്ങൾക്ക് സാധിക്കും. ഏത് സാഹചര്യത്തിലും നിങ്ങൾക്ക് അത് പ്രതികൂലമായ സാഹചര്യമാണ് എങ്കിൽ പോലും അത് തങ്ങൾക്ക് അനുകൂലമാക്കുവാനും നേട്ടങ്ങൾ കൊയ്യുവാനും സാധിക്കും. അതിനാൽ ഭാവിയിൽ എത്ര തന്നെ ദോഷകരമായ അവസ്ഥ വന്നു ചേർന്നാലും പതറാതെ തന്നെ നിങ്ങൾ നിൽക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. കൂടാതെ മറ്റുള്ളവരുടെ മനസ്സ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ ഭാവിയിൽ നിങ്ങൾക്ക് വന്നു ചേരും. അത് നിങ്ങൾക്ക് പല വിധത്തിൽ സഹായങ്ങൾ നൽകും എന്ന കാര്യവും ഓർക്കുക.
തീർച്ചയായും ബന്ധങ്ങൾക്ക് വില നൽകുന്നവർ തന്നെയാണ് നിങ്ങൾ. ഭാവിയിലും അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത്ഭുതകരമായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. പ്രണയികൾക്കും അനുകൂലമായ ഫലങ്ങൾ ഭാവിയിൽ പ്രതീക്ഷിക്കാം. ദൈവാധീനം, പ്രത്യേകിച്ചും ദേവിയുടെ കടാക്ഷം നിങ്ങളിൽ വന്ന് ഭവിച്ചിരിക്കുന്ന സമയമാണ്. തീർച്ചയായും ദേവിയുടെ കടാക്ഷം നിങ്ങളിൽ വർദ്ധിക്കുന്നതായ സമയമാണ്. നിത്യവും വജ്രഘോഷവും ദേവിയുടെ മറ്റു മന്ത്രങ്ങളും ജപിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പൂട്രിനി, വർത്താളി എന്ന നാമങ്ങൾ തീർച്ചയായും ജപിക്കുന്നത് ശുഭകരമാണ്. ദാമ്പത്യ ജീവിതത്തിലേക്ക് ഭാഗ്യം കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ദൈവാധീനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം വർദ്ധിക്കും. ലക്ഷ്യത്തിനായി നിങ്ങൾ പരിശ്രമിക്കുകയാണ്, കഠിനാധ്വാനം ചെയ്യുകയാണ് എങ്കിൽ അത് വിജയം കാണും എന്ന കാര്യവും ഓർക്കുക. വളരെയധികം പരിശ്രമിക്കുകയാണ് എങ്കിൽ നേട്ടങ്ങൾ കൊയ്യുവാൻ തന്നെ നിങ്ങൾക്ക് സാധിക്കും. പ്രസന്നമായ മുഖമുള്ളവർ തന്നെയാണ് നിങ്ങൾ. ഭാവിയിലും അത് തുടരുവാൻ ദേവിയുടെ കടാക്ഷത്താൽ അത്തരത്തിൽ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. തീർച്ചയായും ദേവിയുടെ കടാക്ഷത്താൽ മന്ദഗതിയിലായിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. ഉയർച്ച അമ്മയുടെ കടാക്ഷത്താൽ വന്നു ഭവിക്കും. രണ്ടാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ്. ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ. ഇപ്പോഴും നിങ്ങൾ അത്തരത്തിലുള്ള കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നു എന്ന് തന്നെ പറയാം. അല്ലെങ്കിൽ അല്പം കഷ്ടതകൾ നിങ്ങളുടെ ജീവിതത്തിലൂടെ അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചതായ കഷ്ടപ്പാടുകൾക്കും അത്തരത്തിലുള്ള ദോഷകരമായ കാര്യങ്ങൾക്കും ജീവിതത്തിൽ ഒരു അവസാനം വന്നു ചേരുകയും ഭാവിയിൽ ഉയർച്ചയ്ക്ക് സഹായകരമായ കാര്യങ്ങൾ ഭാവിയിൽ കണ്ടു തുടങ്ങുക തന്നെ ചെയ്യും. അതിനി അധിക സമയമില്ല എന്ന കാര്യവും ഓർക്കുക. കഷ്ടപ്പെട്ടതിൻ്റെ പൂർണ്ണഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ഭാവിയിൽ അത്തരത്തിൽ അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്ന കാര്യം ഓർക്കുക. കുടുംബദേവതയുടെ പ്രീതി നിങ്ങൾക്ക് അനിവാര്യമാണ്. വരാഹി ദേവിയുടെ കടാക്ഷം നിങ്ങളിലുണ്ട്. കുടുംബദേവതയുടെ പ്രീതി കൂടി നേടുവാൻ സാധിച്ചാൽ വളരെ വേഗം ഉയർച്ചകൾ വന്നു ചേരും എന്ന് തന്നെയാണ് ഫലം. തീർച്ചയായും നിങ്ങൾ ക്ഷേത്ര ദർശനത്തിന് സാധിക്കാത്തവരാണ് എങ്കിൽ വീടുകളിൽ നിത്യവും വരാഹി ദേവിയെയും അതേപോലെ കുടുംബദേവതയെയും ആരാധിക്കുക. ഒരുപാട് ത്യാഗങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി അനുഭവിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ. സുഹൃത്തുക്കൾക്കും വേണ്ടപ്പെട്ടവർക്കും കുടുംബാംഗങ്ങൾക്കും അത്തരത്തിൽ പലർക്കു വേണ്ടിയും പല ത്യാഗങ്ങളും സഹിച്ചിട്ടുണ്ട്. എന്നാൽ ആ ത്യാഗങ്ങൾ പലരും മറന്നു എന്നതാണ് വാസ്തവം. അവർ അത്തരം കാര്യങ്ങൾ ഓർക്കുന്നു പോലുമില്ല. അതിനാൽ തിരിച്ച് അവരിൽ നിന്നും ഒരു വിധത്തിലുള്ള സഹായ സഹകരണങ്ങളോ അല്ലെങ്കിൽ ആവശ്യമായ സമയത്ത് വന്നു ചേരേണ്ട കാര്യങ്ങളോ നിങ്ങൾക്ക് ലഭിക്കില്ല എന്ന കാര്യം ഓർക്കുക. അതുമായി ബന്ധപ്പെട്ട് തർക്കത്തിന് നിൽക്കാതിരിക്കുന്നതാണ് ശുഭകരം. ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അവരിൽ നിന്നും അവഗണനയാണ് നിങ്ങൾക്ക് ലഭിക്കുക. ഭാവിയിൽ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾക്കുള്ള സാധ്യതകളുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള അവസരങ്ങളിൽ പോലും നിങ്ങൾ ചെറു പുഞ്ചിരിയോടെ നേരിടുന്നതാണ് ഏറ്റവും ശുഭകരം. കാരണം നിങ്ങൾക്ക് ഇതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. അതിനുള്ള മനോബലവും ധൈര്യവും ദേവി നൽകി അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. അതിനാൽ ഭാവിയിൽ വന്നു ചേരുന്ന പ്രശ്നങ്ങളെ ഫലപ്രദമായി തന്നെ പ്രതിരോധിക്കുവാൻ സാധിക്കും. ഏത് കാര്യം വിചാരിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ആ കാര്യങ്ങൾ തടസ്സങ്ങൾ കൂടാതെ ഭാവിയിൽ നടന്ന് കിട്ടുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. നിങ്ങൾ കഷ്ടപ്പെട്ടതിൻ്റെ ഫലം പൂർണ്ണമായും നിങ്ങൾക്ക് ഭാവിയിൽ ലഭിക്കുക തന്നെ ചെയ്യും. എത്ര കഠിനാധ്വാനം ചെയ്യുവാൻ മടിയില്ലാത്തവരും അതിന് സന്നദ്ധരായ വ്യക്തികളാണ് നിങ്ങൾ. അതിന് നിങ്ങൾക്ക് സാധിക്കുന്നത് ദേവിയുടെ കടാക്ഷത്താൽ കൂടിയാണ് എന്ന കാര്യം ഓർക്കുക. കുടുംബത്തിലാണ് എങ്കിൽ പോലും അല്ലെങ്കിൽ മറ്റു വ്യക്തികളുടെ മുൻപിലാണ് എങ്കിൽ പോലും ഭാവിയിൽ ആധിപത്യം പുലർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. തീർച്ചയായും നിങ്ങൾ പറയുന്നതായ കാര്യങ്ങൾക്ക് ഭാവിയിൽ മറ്റുള്ളവർ അംഗീകരിക്കുകയോ അല്ലെങ്കിൽ ബഹുമാനം നൽകുകയോ ചെയ്യാം. അസാധാരണമായ ആത്മവിശ്വാസം ഭാവിയിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. മുൻകൂട്ടി ചിന്തിച്ചത് പ്രകാരം പല കാര്യങ്ങളും ചെയ്തു തീർക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങളും ഭാവിയിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഒരു പരിധിവരെ മാത്രം പല ദുരിതങ്ങളെയും നിങ്ങൾക്ക് ശരിയായ രീതിയിൽ തരണം ചെയ്യുവാൻ സാധിക്കും.
അതിനുശേഷം വരുന്നതായ കാര്യങ്ങളെ ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിലൂടെയും തരണം ചെയ്യുവാൻ സാധിക്കും. ദേവിയുടെ കടാക്ഷം നിങ്ങൾക്ക് അനിവാര്യമാണ്. അതിനാൽ നിത്യവും ദേവിയെ ആരാധിക്കുന്നതിലൂടെ ഈ ദേവിയുടെ കടാക്ഷം ഇരട്ടിയായി തന്നെ നിങ്ങളിൽ വർദ്ധിക്കുന്നതുമാണ്. അതിനാൽ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ദേവി കടാക്ഷത്താൽ വളരെ വേഗം സ്വന്തമാക്കുവാനും വിജയങ്ങൾ നേടുവാനും സാധിക്കും. നിങ്ങളുടെ മനസ്സിൽ അലട്ടുന്ന ഏതൊരു പ്രശ്നവും ദേവി കടാക്ഷത്താൽ ജീവിതത്തിൽ നിന്നും അകലും എന്ന കാര്യവും ഓർക്കുക. അമ്മയെ നിത്യവും ആരാധിക്കുക. മൂന്നാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ്. നിങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ അത് ശരിയായ രീതിയിൽ ചെയ്യുവാൻ സാധിക്കാതെ പല നഷ്ടങ്ങളും സംഭവിച്ചിട്ടുണ്ട്. വിചാരിച്ച കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുള്ളവരാണ് നിങ്ങൾ. ആഗ്രഹിച്ച പലതും സ്വന്തമാക്കുവാൻ സാധിക്കാതെ വിഷമങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ എന്ന് തന്നെ പറയാം. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഭാവിയിൽ മാറ്റങ്ങൾ വന്നു ചേരും. തീർച്ചയായും കുടുംബത്തിൽ നിലനിൽക്കുന്നതായ അസ്വാരസ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഭാവിയിൽ അകലും. വിചാരിച്ച കാര്യങ്ങളിൽ പലതും ഭാവിയിൽ നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ സംജാതമാകും എന്ന കാര്യവും ഓർക്കുക. എത്ര ശ്രമിച്ചാലും ജീവിതത്തിൽ ഉയർച്ചയില്ലാത്ത അവസ്ഥയ്ക്ക് മാറ്റം വരിക തന്നെ ചെയ്യും. ദേവി കടാക്ഷം നിങ്ങളിലുണ്ട്. അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഭാവിയിൽ വന്നു ചേരും എന്ന കാര്യം നിസ്സംശയം പറയാം. സാമ്പത്തികപരമായ നേട്ടങ്ങളും മനസമാധാനവും നിങ്ങളിലും വീടുകളിലും നിറയും എന്ന കാര്യം ഓർക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അതിന് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും. ത്യാഗങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരാണ് നിങ്ങൾ. ഭാവിയിൽ നിങ്ങൾക്ക് അതിനാൽ അനുകൂലമായ കാര്യങ്ങൾ വന്ന് ഭവിക്കുക തന്നെ ചെയ്യും. മറ്റുള്ളവർ നിങ്ങളെ അവഗണിച്ചു എന്നിരുന്നാൽ പോലും നിങ്ങൾ മനസ്സ് വിഷമിച്ച് മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമില്ല. ശരിയായ രീതിയിൽ പ്രവർത്തിച്ച് മുന്നേറേണ്ടതാകുന്നു. അതിന് നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെയാണ് ഫലം. തീർച്ചയായും നഷ്ടപ്പെട്ട പല കാര്യങ്ങളും തിരികെ പിടിക്കുവാൻ ഭാവിയിൽ നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും. ആരുമായും യോജിച്ച് പോകുവാൻ സാധിക്കുന്നവരാണ് നിങ്ങൾ. തീർച്ചയായും അത്തരത്തിൽ മുന്നോട്ട് പോവുകയും അവരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക. ഏത് കാര്യവും വളരെ ആലോചിച്ചതിന് ശേഷം ചെയ്യുന്നവരാണ് നിങ്ങൾ. അത്തരത്തിൽ ഭാവിയിൽ ചെയ്യുവാൻ സാധിക്കുകയും അത് നിങ്ങൾക്ക് ഉയർച്ച നൽകുകയും ചെയ്യും എന്ന കാര്യവും ഓർക്കുക. ആഡംബരം ഇഷ്ടപ്പെടുന്നവർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ അമിതമായ ആഡംബരം താല്പര്യമില്ല എന്ന കാര്യവും ഓർക്കുക. ഭാവിയിലും ആഡംബരപൂർണമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ആ കാര്യവും പ്രത്യേകം ഓർക്കുക. മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സ്വീകാര്യത വർദ്ധിക്കും. നിങ്ങൾക്ക് ഭാവിയിൽ പല പ്രശംസകളും അംഗീകാരങ്ങളും ദേവിയുടെ കടാക്ഷത്താൽ വന്ന് ചേരുക ചെയ്യും. ഏതൊരു പ്രശ്നം വന്നു ചേർന്നാലും അതിൽ തീർപ്പ് കൽപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അഥവാ ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. യഥാവിധി എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ നിങ്ങൾക്ക് ദേവിയുടെ കടാക്ഷത്താൽ സാധിക്കും. അതിന് കഴിവ് നിങ്ങൾക്കുണ്ട് എന്ന കാര്യം നിങ്ങൾ ഒരു സമയത്തും വിസ്മരിക്കുവാൻ പാടുള്ളതല്ല. മറ്റുള്ളവർ അതിനാൽ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് വളരെയധികം ഉപകാരം അല്ലെങ്കിൽ അനുകൂലമായ കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തു നൽകുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ സഹായം ആവശ്യമായ സന്ദർഭങ്ങളിൽ മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾക്ക് യഥാവിധി ലഭിക്കാനുള്ള സാധ്യതകൾ അല്പം കുറവാണ്. നിങ്ങൾ വളരെയധികം സഹായിച്ച വ്യക്തികളാണ് എങ്കിൽ പോലും ലഭിക്കാനുള്ള സാധ്യതകൾ തുലോം കുറവാണ് എന്ന കാര്യം ഓർക്കുക. മുൻപും ഇത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. പുറമെ സന്തോഷം കാണിക്കുന്നവരാണ് നിങ്ങൾ എന്നിരുന്നാൽ പോലും മനസ്സിന്റെ ഉള്ളിൽ പലവിധ ദുഃഖങ്ങളും ചിന്തകളും നിങ്ങൾക്കുണ്ട്. ഭാവിയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും ചിന്തകളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാനും ശരിയായ പാതയിലൂടെ മുന്നോട്ട് പോകുവാൻ വരാഹി ദേവി നിങ്ങളെ പ്രാപ്തരാക്കി തീർക്കും എന്ന കാര്യം ഓർക്കുക. അതിനാൽ നിത്യവും വരാഹി ദേവിയെ ആരാധിക്കുന്നതും വജ്രഘോഷമെങ്കിലും നിത്യവും പറയുന്നത് നിത്യവും 108 തവണ പറയുകയോ 2 തവണ പറയുകയോ ചെയ്യുന്നത് ശുഭകരമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നേരിട്ടതായ പല കാര്യങ്ങളും ഭാവിയിൽ നിങ്ങൾക്ക് മുതൽക്കൂട്ടായി മാറും എന്ന കാര്യം ഓർക്കുക. അത്തരം ചിന്താഗതി നിങ്ങളെ ഉയരങ്ങളിൽ എത്തിക്കും. കാരണം നിങ്ങൾ പ്രതിരോധിച്ച കാര്യങ്ങൾ ഭാവിയിൽ നിങ്ങളെ ശരിയായ രീതിയിൽ മുന്നോട്ട് നയിക്കുവാൻ
പ്രാപ്തരാക്കി തീർക്കും. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഭാവിയിൽ ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും. 4-ാമത്തെ നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരാധീനം വർദ്ധിക്കുന്നു, ദേവീ കടാക്ഷം വർദ്ധിക്കുന്നു എന്ന പ്രത്യക്ഷമായ അനുഭവങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. നിത്യവും പ്രാർത്ഥനയും ആരാധനയും ചെയ്യുന്നവരാണ് നിങ്ങൾ. എന്നാൽ ദേവിയെ കൂടി നിങ്ങൾ നിത്യവും ആരാധിക്കുക. അതിനാൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഫലങ്ങൾ വന്നു ചേരും. നിങ്ങൾ അനുഭവിക്കുന്നതായ പല പ്രശ്നങ്ങൾക്കും ഭാവിയിൽ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആ കാര്യങ്ങളെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാനും നേട്ടങ്ങൾ സ്വന്തമാക്കുവാനും നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യം ഓർക്കുക. നിങ്ങളിൽ തന്നെ ഏത് പ്രശ്നത്തിനുമുള്ള പരിഹാരമുണ്ട് എന്ന കാര്യം ദേവിയുടെ കടാക്ഷത്താൽ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കുക തന്നെ ചെയ്യും. അതിനാൽ അത്തരം പരിഹാരങ്ങൾ നിങ്ങൾ ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ ഒഴിവാക്കുവാൻ സഹായകരമായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ധനപരവും അല്ലാതെയുമായ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. ഉടനെ ജീവിതത്തിൽ നിങ്ങൾക്ക് പരിഹാരങ്ങൾ ലഭിക്കുകയും അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുകയും ചെയ്യും. തീർച്ചയായും വരാഹി ദേവിയുടെ കടാക്ഷത്താൽ ദേവിയുടെ അനുഗ്രഹവും ശക്തിയും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അഥവാ ദേവി നിങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. വലിയ തെറ്റുകൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ആ കാര്യം പ്രത്യേകം ഓർക്കുക. പല വ്യക്തികളിൽ നിന്നും ചതി ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അത് നിങ്ങൾ വളരെയധികം സ്നേഹിക്കുന്ന വ്യക്തികളോ നിങ്ങളുമായി അടുത്ത് നിൽക്കുന്നതായ വ്യക്തികളോ ആകാം. അവരിൽ നിന്നും ചതി സംഭവിക്കാനുള്ള സാധ്യതകൾ അത് നിങ്ങളെ പല രീതിയിൽ തകർക്കുന്നതാണ് എന്ന കാര്യം ഓർക്കുക. അത്തരം കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുമ്പോൾ അതിനു മുന്നോടിയായി തന്നെ തീർച്ചയായും ദേവി നിങ്ങൾക്ക് സൂചനകൾ നൽകും. അതിനാൽ ആ സൂചനകൾ നിങ്ങൾ ശരിയായ രീതിയിൽ ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുക. ആരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല എന്ന കാര്യം ഈ നിമിഷം നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. പലരെയും നിങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കുന്നു എന്ന കാര്യം ഈ സമയം ഓർക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും ദേവിയുടെ കടാക്ഷത്താൽ നിങ്ങൾ ഉയരുക തന്നെ ചെയ്യും. ദേവി നിങ്ങളെ സഹായിക്കും എന്ന് തന്നെയാണ് ഫലം. ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ ഭാവിയിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് ശരിയാക്കുവാനോ ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാനോ സാധിക്കും എന്ന കാര്യം ഓർക്കുക. ദേവിയുടെ കടാക്ഷം ധാരാളം നിങ്ങളിലുണ്ട്, അഥവാ നിങ്ങളിലേക്ക് വന്ന് ഭവിച്ചിരിക്കുന്ന സമയമാകുന്നു. കൃത്യമായ സമയത്ത് തന്നെ എല്ലാം ശരിയായ രീതിയിൽ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൃത്യമായി ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയും അതിനാൽ തന്നെ നിങ്ങൾ ഇപ്പോൾ നിരാശപ്പെടുന്നുണ്ട് എങ്കിൽ ആ നിരാശ ആശ്വാസമല്ല എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ സ്വീകാര്യത വർദ്ധിപ്പിക്കുകയും മറ്റുള്ളവർ പോലും നിങ്ങളെ സഹായത്തിനായി സമീപിക്കുകയും ചെയ്യാം. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നു ചേരും. സമ്പത്തും സമാധാനവും നിങ്ങളുടെ വീടുകളിൽ വന്നു ചേരാം. പ്രശംസ നിങ്ങളെ തേടിയെത്തും, അംഗീകാരങ്ങൾ തേടിയെത്തും എന്ന് തന്നെ പറയാം. എന്നാൽ ആവശ്യമായ രീതിയിൽ ആവശ്യമായ സമയത്ത് തന്നെ ദേവിയുടെ കടാക്ഷം നിങ്ങളിലേക്ക് വന്നു ചേരും. അതിനാൽ പല കാര്യങ്ങളും അനിവാര്യമായ കാര്യങ്ങളും നടക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. കുടുംബത്തിലും മറ്റുള്ളവരിലും ആധിപത്യം പുലർത്തുവാനും അവർക്ക് അനിവാര്യമായ കാര്യങ്ങൾ ചെയ്ത് നൽകുവാനും സാധിക്കും. അസാധാരണമായ ആത്മവിശ്വാസം ദേവിയുടെ കടാക്ഷത്താൽ നിങ്ങളിൽ വർദ്ധിക്കുക തന്നെ ചെയ്യും. നിങ്ങളിൽ വന്നു ചേർന്നിരിക്കുന്ന രോഗദുരിതങ്ങളും മറ്റ് തരത്തിലുള്ള മനക്ലേശങ്ങളും ജീവിതത്തിൽ നിന്നും ദേവിയുടെ കടാക്ഷത്താൽ അകലുക തന്നെ ചെയ്യും. നിത്യവും ദേവിയെ ആരാധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. ദേവി കടാക്ഷം നിങ്ങളിൽ ഇരട്ടിക്കുക തന്നെ ചെയ്യും.